നമസ്കാരം. കർമ്മം നിൽക്കണത് കർമ്മം നിൽക്കണത് കർത്താവ്, കരണം, അധിഷ്ഠാനം ഇതിനെ ആശ്രയിച്ചാണ് കർമ്മം നിൽക്കണത്. ഇപ്പം കർത്താവായ ജീവനെ ജ്ഞാനവും ഇച്ഛയും കൊണ്ട്, ജ്ഞാനേച്ഛ കൊണ്ട് പ്രേരിതമായിട്ടാണ് കരണങ്ങൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമുണ്ടല്ലോ. ഈ കരണങ്ങൾ ബാഹ്യ വിഷയങ്ങളിൽ, അതായത് പുറം വിഷയങ്ങളിൽ വ്യാപരിക്കണത്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരതയില്ലാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനവും ഇച്ഛയും അന്ധക്കരണ ധർമ്മമാണ്. അന്ധക്കരണ ആത്മധർമ്മം അല്ല. ആത്മധർമ്മമാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അന്ധക്കരണ ധർമ്മമായതുകൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ജഡമായ അന്ധക്കരണത്തിൻ്റെ വ്യാപാരമാണെന്ന് വിവേകി നല്ലവണ്ണം ക്ലിയറായിട്ട് അറിയണം. അപ്പം ഈ അന്ധക്കരണത്തിൻ്റെ ഈ വൃത്തിഭേദങ്ങളുണ്ടല്ലോ, ഈ വൃത്തിഭേദം കൊണ്ട് 4ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. 4ആയിട്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമുണ്ടല്ലോ, അതിനെ ഈ വൃത്തിഭേദം കൊണ്ട് 4ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. അപ്പൊ സംശയാത്മിക മനഃ, സംശയത്തോട് കൂടിയതാണ് മനസ്സ്. അതേമാതിരി നിശ്ചയാത്മിക ബുദ്ധി, നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്, ഉറപ്പിക്കുന്നത്. ഒരു ഉറച്ച ബുദ്ധി ഉണ്ടല്ലോ, അതാണ് ബുദ്ധി. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ. അതേമാതിരി ഈ ഓർക്കണത്, അതേമാതിരി സ്മൃതിയിൽ വീണ്ടും കൊണ്ടുവരുന്നത്, ഇതൊക്കെ ചിത്തത്തിലാണ്. ഇനി അഹം കർത്ത അഹങ്കാര. അപ്പൊ ഈ അന്ധക്കരണത്തിന്റെ വ്യാപാരത്തെ തുടർന്ന് ഇങ്ങനെ അഹങ്കരിക്കുമല്ലോ. അത് കാരണം ഈ അഹങ്കരിക്കുന്ന, അതായത് അഭിമാനിക്കുന്ന ഒരു കരണമാണ് അഹങ്കാരം. അതാണ് അഹങ്കാരം. അപ്പൊ ഞാൻ കർത്താവാണെന്ന് അഭിമാനിക്കുന്ന, അതായത് കർമ്മം ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു ചേതനാശക്തിയുടെ സംബന്ധമില്ലാതെ സ്വയം കർത്താവാകാൻ സാധ്യമല്ല. അപ്പൊ ആ ചേതനാശക്തിയുടെ സംബന്ധം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് കർത്താവാകാൻ അതിന് സാമർഥ്യമില്ല, സാധ്യമല്ല. അപ്പൊ ആത്മാവല്ലാത്ത ഒരു ചേതനാശക്തി ഈ അഹങ്കാരത്തിന് കർത്താവായിട്ടില്ല, സഹായിക്കാനില്ല, കർത്താവായിട്ടില്ല. ഇനി ഈ ആത്മാവിൻ്റെ ഇത് പറയുകയാണെങ്കിൽ അത് അസംഗനാണ്. ആത്മാ അസംഗനാണ്. അതേമാതിരി നിർവികാരനാണ്, നിറഞ്ഞു നിൽക്കുകയാണ്, വ്യാപകനുമാണ് ആത്മാ. അതുകൊണ്ട് ആത്മാ ഒരിക്കലും കർത്താവാകില്ല. അപ്പൊ ഈ ആത്മാവിനും അഹങ്കാരത്തിനും യോഗ്യതാവശാത് ഉണ്ടായിട്ടുള്ള ആ താദാത്മ്യഭാവം കർത്താവുള്ളതായിട്ട് പ്രത്യക്ഷ സിദ്ധമാവണം. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണണം, പ്രത്യക്ഷത്തിൽ തോന്നണം. അവിവേകികൾ
ഇത് ഉള്ളതായിട്ട് ഇത് സത്യമാണ് എന്ന് വിചാരിക്കണം. പക്ഷേ വിവേകികൾ ഉണ്ടല്ലോ, വിവേകികൾ ഈ അഹങ്കാര ആത്മബന്ധത്തെ, ഈ അഹങ്കാര ആത്മ ഈ ബന്ധത്തെ മനസ്സിലാക്കി ഇതിൽ നിന്നും, ഇതിനെ അറിഞ്ഞ് ഇതിൽ നിന്നും നിവർത്തിക്കാൻ തത്വത്തിനെ വിവേചനം ചെയ്യുന്നു, വിചാരം ചെയ്യും, തത്വത്തെ വിചാരം ചെയ്യുന്നു. ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. ഭഗവാൻ പറയാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ കർമ്മം ചെയ്യുന്നില്ല, എന്ന് അറിയണം. അങ്ങനെ അറിയണം. ഇനി കർമ്മം ചെയ്യാതിരിക്കുമ്പോ കർമ്മം ചെയ്യുന്നവനായി കാണണം എന്ന് പറഞ്ഞാൽ അറിയണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ ചലനങ്ങളും അചഞ്ചലമായ, അതായത് ചലിക്കാത്ത, മൂവ്മെന്റ്സ് ഇല്ലാത്ത ഒരധിഷ്ഠാനത്തിലാണ്, ഒരു ബേസിലാണ് നടക്കുന്നത്. ഇതൊരു നിയമമാണ്. അപ്പൊ ഈ ചലനാത്മകമായ ഈ പ്രപഞ്ചത്തില്, ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് അതിൻ്റെ അധിഷ്ഠാനമായ ചലിക്കാത്ത ആ അചഞ്ചല സത്യത്തെ, ചലിക്കാത്ത, മൂവ്മെന്റ്സ് ഇല്ലാത്ത ആ അചഞ്ചല സത്യത്തെ കാണുന്നവൻ, അതായത് അറിയുന്നവൻ സത്യദർശിയാണെന്ന് ഭഗവാൻ പറയണം. അപ്പൊ അങ്ങനെ അറിയുന്നവൻ മനുഷ്യരില് ബുദ്ധിമാനാണ് എന്ന് പറയണു. ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. സകല അമ്പലങ്ങളിലും, വേൾഡിലുള്ള സകല അമ്പലങ്ങളിലും ചലിക്കാത്ത, മൂവ്മെന്റ്സ് ഇല്ലാതെയാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് മൂവ്മെന്റ്സ് ഒന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, വ്യാപകനാണ്, സർവവ്യാപിയാണ്. മൂവ്മെന്റ്സ് ചലിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത സ്ഥലം വേണം, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതിനെ അറിയാനുള്ള, അങ്ങനെ ആ അചഞ്ചലമായതിനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.